വൃക്ക സംബന്ധമായ രോഗങ്ങൾ കൂടുതലാകുന്നതായി നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഡയാലിസിസ് സെൻറ്ററുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു. എന്താണ് ഈ വൃക്കരോഗങ്ങൾ ഇത്രയും കൂടുന്നതിന് കാരണമാകുന്നത്? ജീവിതശൈലിയിലെ മാറ്റങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ടോ? അതെ, അത് വളരെ ശരിയാണ്. അപ്പോൾ നമ്മളൊരു 20 വർഷം മുന്നേ ഉള്ളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഈ മധ്യ കേരള സെൻട്രൽ കേരളത്തിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകൾ ഡയാലിസിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജും പിന്നെ 1-2 പ്രൈവറ്റ് സെൻറ്റേഴ്സും മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 20 വർഷം കഴിയുമ്പോൾ ഈ 3 ജില്ലകളിൽ കൂടെ ഒരു 150ഓളം ഡയാലിസിസ് സെൻറ്റേഴ്സ് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ 200 മടങ്ങാണ് ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് 20 വർഷം കൊണ്ട്. അപ്പോൾ അതിൻ്റെ അത് കേരളത്തിലെ മാത്രമോ അല്ല കോട്ടയത്തെ മാത്രം ഒരു പ്രതിഭാസമല്ല, ലോകമെമ്പാടുമുള്ളൊരു ഗ്ലോബൽ ഫിനോമിനായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഈ വൃക്കരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം, പിന്നെ ഹൈ കൊളസ്ട്രോൾ, പിന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം കാരണങ്ങൾ തന്നെയാണ്. അപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് ക്യാപിറ്റൽ ഫോർ ഡയബറ്റീസ് ആയിക്കഴിഞ്ഞു. ചൈനയുടെ തൊട്ട് പുറകെ തന്നെ ഇന്ത്യ ഉണ്ട്. 2030 ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. അതിലും കേരളത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കേരളം 3-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡെഫിനറ്റ്ലി ഡയാലിസിൻ്റെ കാരണം ഈ പ്രമേഹവും ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. സർ,